ഹലോ. ഏവർക്കും അമേരിക്കൻ വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ നടാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കൊല്ലം കൊട്ടാരക്കരക്കാരൊക്കെ ആണെങ്കിൽ പറയും ചീനി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു 5 കമ്പ് ഓർഡർ ചെയ്ത് വാങ്ങി. 5 അല്ല കേട്ടോ, 4 കമ്പ് ഓർഡർ ചെയ്തു. പക്ഷെ 5 കമ്പ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ കമ്പ് നമ്മൾ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെത്തി കൊടുക്കുക. 45 ഡിഗ്രിയിലൊന്നും പറ്റത്തില്ല, നല്ല ചെത്തിയാണെങ്കിൽ നന്നായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നല്ല ഈർപ്പമുള്ള പോട്ടി മിക്സ് എടുക്കുക. ഇത് നന്നായിട്ട് വെള്ളം നനച്ച് പോട്ടി മിക്സ് എടുക്കുക. അതിലേക്ക് ഏറ്റവും എൻ്റെ പോട്ടിൻ്റെ സൈഡ് വശങ്ങളിലായിട്ട് നമുക്ക് ഈ കപ്പത്തണ്ട് ഇങ്ങനെ എന്താ പറയുക ഇറക്കി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അതിൻ്റെ ആ മണ്ണ് എന്നുവെച്ചാൽ നന്നായിട്ടത് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക കേട്ടോ. ഒരു കഴിഞ്ഞ വർഷം ഭയങ്കര വിജയകരമായിട്ട് നമുക്ക് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ മേടിച്ചത്. പക്ഷേ എൻ്റെ കപ്പ തണ്ട് സേവ് ചെയ്യാൻ പറ്റിയില്ല, അടുക്കിപ്പോയി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ബുദ്ധി ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ കപ്പത്തണ്ടുകൾ വിറ്റ് തുടങ്ങും. ഓ മൈ ഗോഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു 3 മാസം മാത്രമേ നമുക്ക് ഈ കപ്പ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇത് ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് വാങ്ങിച്ചിട്ട് അതിനെ കിളിപ്പിച്ച് തുടങ്ങാം. വലിയ പോട്ടിൽ വെച്ചിട്ട് കിളിപ്പിച്ച് തുടങ്ങാം. എന്നിട്ട് നമ്മൾ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേന് പുറത്തേക്ക് വെച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പോട്ടിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോട്ട് എപ്പോഴും നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടായിരിക്കണം. അത് വീണ്ടും ഞാൻ പറയാണ്, അല്ലെങ്കിൽ ഇത് അളിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ഒരു ഡസ്റ്റ്ബിൻ്റെ ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കവർ, നന്നായിട്ടുള്ളൊരു കവർ എടുക്കുക. കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിരിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് എന്നാണോ നട്ടത് ആ ഡേറ്റ് അതിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് തന്നിട്ട് കെട്ടി ഇങ്ങനെ വെക്കുക. എന്നിട്ടൊരു ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ കപ്പത്തണ്ടുകളൊക്കെ വേരുകൾ മുകളിൽ വരെ കിളിച്ച രീതിയിൽ കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കവർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞുകൊണ്ടാണ്. അത് കണ്ടോ, അതിനകത്തും എൻ്റെ ഈ കപ്പയുടെ മുളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കപ്പ നന്നായിട്ട് കിളിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോഴും നടാറായിട്ടില്ല. നമ്മളൊരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മളിത് നടുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഒരു 65 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേന് മാത്രമേ നമ്മൾ ഇത് പുറത്തേക്ക് നടാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ പിന്നെയും കവർ ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് മുകളിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കവറുകളൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഡ്രെയിനേജ് ഉള്ള പോട്ട് തന്നെ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് കിളിച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് നടണ്ടേ പുറത്തേക്ക്. അപ്പോൾ ഒരു മെയ് 12th ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തേക്ക് ഇറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും പുറത്തേക്ക് ഇറക്കി. അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക, കപ്പയും പുറത്തേക്ക് ഇറക്കി. കണ്ടോ ഇതിൻ്റെ ഇലകളൊക്കെ വന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കമ്പുകൾ ഊരിയെടുക്കുമ്പോൾ ഒന്ന് സൈഡ് തട്ടി കൊടുത്തിട്ട് മാത്രം ഇളക്കുക. അതിൻ്റെ വേര് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ മണ്ണ് നല്ല ഇളകിയ മണ്ണ് വേണം കേട്ടോ. പീറ്റ് മോസും നല്ല ടോപ്പ് സോയിലും വാങ്ങിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത മണ്ണാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഈ ചാരമൊക്കെ നദിയിട്ടിട്ടുണ്ട്. പിന്നെ കമ്പോസ്റ്റും പിന്നെ നമ്മുടെ കൗ മാനുവർ ഉണ്ടല്ലോ, ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് ഈ മണ്ണിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കുഴിച്ചിട്ട് വേണം നമ്മളിത് ഈ മണ്ണ് തയ്യാറാക്കാൻ കേട്ടോ. എന്നുവെച്ചാൽ മണ്ണ് ഇളകിയിരിക്കണം. കാരണം ഇതിൻ്റെ നമ്മൾ കപ്പ അതിനകത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല റൂട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ കമ്പ് ഇങ്ങനെ അതിൻ്റെ കാൽ ഭാഗം അടിയിലേക്ക് പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ നടുക.
കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ ഇങ്ങനെ നടണ്ടേന്ന്. അതുപോലെ നടുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മണ്ണിങ്ങനെ കൂന കൂട്ടി വെക്കുക. നമ്മൾ കപ്പയ്ക്ക് എപ്പോഴും നമ്മൾ കൂന കൂട്ടിയാണ് വെക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് കൂന കൂട്ടി നമുക്കിതിൻ്റെ മണ്ണ് ഒരുക്കിയെടുക്കാം. പണ്ട് അച്ഛൻ ചെയ്യുന്ന കണ്ട ഇങ്ങനെ ഓർമ്മയുണ്ട്, ഇങ്ങനെ കൂന കൂട്ടി വെക്കുന്ന. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിലാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ നന്നായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഇവിടെ വന്ന് കൃഷി ചെയ്തേനെ. എന്തായാലും പുള്ളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഈ കൃഷി മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് എൻ്റെ അച്ഛന് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെയും ഏത് നാട്ടിലും പൊന്നു വിളയിക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബലം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 1, 2, 3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും 4ാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അതിനുള്ള ഫലം ദൈവം തന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നിരിക്കും. അത് ചീത്തയായാലും നല്ലതായാലും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷമയോടെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി.